വരവൊന്നുമല്ല, കണ്ണൻ എനിക്ക് ദർശനം തന്നില്ലേ? എന്നെക്കാട്ടിലും വലിയ ഭക്തനാണ് എൻ്റെ അച്ഛൻ. എനിക്ക് കണ്ണൻ ദർശനം തന്നതുപോലെ എൻ്റെ അച്ഛനോട് ഒരു ദർശനം കൊടുക്കാൻ പറ്റുമോ? അയ്യോ, അത് പറ്റില്ല. കാരണം ലക്ഷ്മിക്ക് മാത്രമേ എന്നെ കാണാൻ സാധിക്കൂ. വരവൊന്നും കൊടുക്കണ്ട, ദർശനം മാത്രം. കഷ്ടമുണ്ട് കണ്ണ, ഒരു ഭക്തയുടെ അപേക്ഷയായിട്ട് കരുതിയാൽ മതി. അങ്ങനെ ആവട്ടെ. അങ്ങനെ തന്നെ ആവട്ടെ. കൃഷ്ണ മോളെ, അച്ഛാ അച്ഛാ, സുഖമായിട്ടിരിക്കുന്നോ? അച്ഛൻ എത്ര നാളായി കണ്ടിട്ട്? ക്ഷീണിച്ചോടി. കുഴപ്പമൊന്നുമില്ല അച്ഛാ. ചെള്ളൊക്കെ അങ്ങോട്ടില്ല. അച്ഛാ, ഒരു സംഭവം നടന്നു. അച്ഛാ, ഞാൻ കണ്ണനെ കണ്ടുച്ചാ. ഏത് കണ്ണൻ? നിന്റെ കൂടെ +2 പഠിച്ച മത്തി കണ്ണനോ? അയ്യോ അല്ല അച്ഛാ, കൃഷ്ണൻ, ഭഗവാൻ കൃഷ്ണൻ. ഭഗവാൻ കൃഷ്ണൻ എനിക്ക് ദർശനം തന്നു. ഭഗവാൻ കൃഷ്ണനെ നീ കണ്ടു? എന്നിട്ട് കൃഷ്ണൻ എന്തോ പറഞ്ഞു? ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു. എന്നെ ഒരുപാട് ആശ്വസിപ്പിച്ചു. എൻ്റെ വിഷമങ്ങളൊക്കെ ചോദിച്ചു. ഒത്തിരി കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും എല്ലാം പറഞ്ഞു വന്നപ്പോഴത്തേക്ക് അച്ഛൻ്റെ കാര്യം പറഞ്ഞു. അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് കൃഷ്ണൻ പറയുമോ അച്ഛനെ കാണണമെന്ന്. എന്നെ കാണണമെന്ന് കൃഷ്ണൻ പറഞ്ഞു? അല്ലെ, കൃഷ്ണൻ അച്ഛനെ കാണണമെന്ന് പറഞ്ഞില്ല. പക്ഷേ കൃഷ്ണൻ അച്ഛനെ കാണണമെന്ന് പറയുമല്ലോ. അതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് ചോദിച്ചു കൃഷ്ണൻ അച്ഛനെ കാണണമെന്ന്. അപ്പോൾ പറഞ്ഞു കൃഷ്ണൻ അച്ഛനെ കാണണമെന്ന്. അങ്ങനെയായിരുന്നു. എൻ്റെ മരുമോൻ കണ്ടില്ലേ? ഇല്ല, ചേട്ടന് കാണാൻ പറ്റത്തില്ല. കാരണം ചേട്ടൻ്റെ മുന്നിൽ ഞാൻ സംസാരിച്ചപ്പോഴേ ചേട്ടന് കാണാൻ പറ്റുന്നില്ല. ചേട്ടൻ അവിടെ എവിടെയെല്ലാം പറഞ്ഞു നടക്കുമായിരുന്നു. അല്ലെങ്കിൽ വിവരമില്ലാത്തവന് കാണാൻ പറ്റത്തില്ലല്ലോ. അച്ഛാ, ചേട്ടന് മാത്രമല്ല, ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ വന്നു. ആ ഫ്രണ്ടിനും കാണാൻ പറ്റുന്നില്ല. ഫ്രണ്ടോട് ഞാൻ ചോദിച്ചു ഇയാളെ കാണാൻ പറ്റുന്നുണ്ടോ? അയാളെ കാണാൻ പറ്റുന്നില്ലെന്ന് പറയും. അപ്പോൾ കൃഷ്ണനല്ലേ അത്? ലോകവാളികൾ കാണുകയും ചെയ്യും. പക്ഷെ ഞാൻ കണ്ടു വെച്ചാ അച്ഛനെയും കാണിക്കും കൃഷ്ണൻ. അച്ഛനെ കാണണ്ടേ? എന്നിട്ട് എന്ത് ചെയ്യും? കൃഷ്ണൻ താണ്ടെ കൃഷ്ണൻ. കണ്ണനാന്ന് ഞാൻ വിശ്വസിക്കണം? ആണച്ച, സത്യ. ആർക്കും കാണാൻ പറ്റത്തില്ല. അച്ഛൻ കണ്ടോ? നമുക്ക് മാത്രമേ കാണാൻ പറ്റൂ. വിശ്വസിച്ചത് തന്നെ. കണ്ണ, കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴ വന്നിരുന്നല്ലേ? എല്ലാ മാസവും ഞാൻ പോയി തൊഴാറുണ്ട്. അവിടെ ഒരു അമ്മിണി. അയ്യോ എന്റെ കൃഷ്ണ, അയ്യോ ഭഗവാനെ, ഞാൻ നേരിട്ട് കണ്ടു മോളെ. അമ്പലത്തിന്റെ ഫ്രണ്ടിൽ തൂക്കിയൊരു മണിയാ മോളെ. അയ്യോ എടാ, ഞാൻ എന്റെ മോളെ എന്തോ കണ്ണനോട് വന്ന് എന്താ കൊടുക്കാത്തതുകൊണ്ടാണ് അവസ്ഥ പഴം എടുത്ത് കൊടുക്കുന്നത്. ഇതെന്തുവാ? അയ്യോ, ഈ മുളകുപൊടി മല്ലിപ്പൊടി ഇതെന്തോ മോളെ? അയ്യോ കണ്ണൻ എന്തെങ്കിലും കൊടുക്കണേ. കണ്ണനൊന്നും വേണ്ട. കണ്ണൻ നിനക്ക് വിശക്കുന്നില്ലേ കണ്ണാ? കണ്ണനൊന്നും വേണ്ടാന്ന്. ഇപ്പൊ എന്തോ ചെയ്യും മോളെ? ഒന്നും വേണ്ട, പ്രാർത്ഥിച്ചാ മതി. എനിക്ക് കണ്ണന്റെ അനുഗ്രഹം എന്തോ ഉണ്ടാവണം കണ്ണാ. തീർച്ചയായും. ഒന്നില്ലെങ്കിലും എല്ലാ മാസം അമ്പലപ്പുഴ വരുന്നതല്ലേ കാണാൻ. ആരെ? അല്ല, എന്നെ.